ഹലോ ഗായ്സ്, അപ്പം ഇന്ന് നമ്മളൊരു വെറൈറ്റി വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പം നമ്മൾ അങ്ങോട്ട് പോവുകയാണ്. ഇതെന്തറിയോ, കാർ ഒരിക്കലാണ്. ഹായ് കൂട്ടുകാരെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ വെച്ചാൽ നമ്മൾ മഴക്കാലമായി കഴിഞ്ഞാൽ ഇവിടെ റബ്ബർ മരത്തിലൊക്കെ പ്ലാസ്റ്റിക് ഇടും കേട്ടോ. അപ്പോൾ അതിൻ്റെ പറ്റിയുള്ളൊരു വീഡിയോ ആണ്. മരം ചിരണ്ടിയതിന് ശേഷം ഇങ്ങനെ തേക്കും കേട്ടോ. പശ തേക്കും, ഒരാൾ പശ തേക്കും, രണ്ടാമത് നമ്മളിങ്ങനെ ഇടും കേട്ടോ. പശ തേച്ച് പോയ ആൾ വന്നാണ്ടിതാ അതിൻ്റെ മുകളിൽ അങ്ങനെ വയ്ക്കും. അത് പോരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതാണ് മേശിരി, ഇതാണ് മേശിരി, ഇതാകട് മേശിരി. ഇതൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളെ നാട് മെയിനായിട്ടുള്ള ഒരു പരിപാടിയാണ്. എന്താ വെച്ചാൽ ഞങ്ങളിവിടെയൊക്കെ കൂടുതലായിട്ട് റബ്ബറാണ്. ഇതാ തോട്ടം കണ്ടോ. അപ്പോൾ നല്ല വൃത്തിയായില്ലേ. മഴയായി കഴിഞ്ഞാൽ അങ്ങനെയാവും കേട്ടോ. പിന്നെ വെയിലാകുമ്പോൾ ഇത് എടുത്തിടാനും വേണം കേട്ടോ ജോലി. വേനൽക്കാലമായ അത് പറിക്കാൻ വേറെ ജോലി അല്ലേ. ഇടുന്ന ആൾക്കാരെന്നെ ഉള്ളിൽ പറിക്കുക. വേറെ വേറെ ആൾക്കാർ വന്നു കൊടുക്കും. മഴക്കാലം എങ്ങനെ ഇവർക്ക് ഭയങ്കര തിരക്കാവും കേട്ടോ, പ്ലാസ്റ്റിക് ഇടുന്ന ആൾക്കാർക്ക്. ഇതൊക്കെ ഞങ്ങളെ വീടിൻ്റെ അടുത്തുള്ള ഏട്ടന്മാരാണ് കേട്ടോ. ഭയങ്കര തിരക്കാണ് ഇപ്പോൾ ഇപ്രാവശ്യം. ഓരോ സ്ഥലത്ത് ഇടാനല്ലേ, മരത്തിൽ ഇത് ഇടാനല്ലേ, അതിങ്ങനെ പറയാം. ഞങ്ങൾ ഇവിടെ മെയിനായിട്ട് റബ്ബറാണ് കൂടുതൽ. അപ്പം ഇങ്ങനെ മഴക്കാലമായി എങ്ങനെ ഒരു ഇത് കിട്ടും. പിന്നെ വേനൽക്കാലമായാൽ പെട്ടെന്ന് ഇത് പറിക്കും വേണം. കാണാൻ നല്ല ഭംഗിയായിട്ട് ഇത് ചെയ്യണം. ഇങ്ങനെ നല്ല റിസ്ക്കാണ്. ബിരിയാണിക്ക് പോകണ്ട, എളുപ്പമാണ്. ഞങ്ങൾക്കും പോകണം പൊടിക്കൽ. ഞങ്ങളൊരു നാട്ടുമ്പുറാണ് കേട്ടോ മക്കളെ. അപ്പം ഞങ്ങളുടെ ഇവിടുത്തെ കാഴ്ചകളൊക്കെ എങ്ങനെ ഇഷ്ടമായോ നിങ്ങൾക്ക്? അത് ഈ രാവിലെയൊക്കെ ഇങ്ങനെ വരുമ്പോഴേ ഭയങ്കര കൊതുകുണ്ടാവില്ലേ? അപ്പോൾ ഇതേമാതിരി അപ്പോ എല്ലാവരും ടാപ്പിങ് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ ഓരൊക്കെ ഇതാക്കണ 4 മണിക്ക് നീച്ച് വരുന്ന ആൾക്കാരാണ് കേട്ടോ എല്ലാവരും. ബാബണ്ണൊക്കെ എപ്പോഴാണ് പോകല് ടാപ്പിങ് ഇത് ചെയ്യാൻ, മരം വെട്ടാം? 2 മണിക്കൊക്കെ പോക്കുണ്ടോ? ദൈവേ, അപ്പോൾ ഉറക്കൊന്നും ഇല്ലല്ലേ? രാവിലെ ഇപ്പം ഒരു പെട്ടെന്ന് 10 മണിയാകുമ്പോഴത്തേനും പണി തീർത്ത് വീട്ടിലെത്താം അല്ലേ. പിന്നെ ഫ്രീ. പിന്നെ ഓട്ടോറിക്ഷയിലും പോകുന്നുണ്ട് അല്ലേ. വെറുതെ കൂലട്ടെ ഞങ്ങൾ. പണി പണി പണി. രാവിലെ 2 മണി തുടങ്ങിയ രാത്രി 7-8 മണി വരെ ജോലി തന്നെ ജോലി. ഇവരൊക്കെ അങ്ങനെ തന്നെയാണ്. എല്ലാവരും അങ്ങനെയാണ് കേട്ടോ. എന്താ ബാബുവിന് മാത്രം ഓട്ടോറിക്ഷ അല്ല, ബാക്കിയുള്ളവർക്കൊക്കെ ഓട്ടോറിക്ഷ ഉണ്ടേ. ഞങ്ങളിവിടെയൊക്കെ എല്ലാവർക്കും ഇത് വലിയൊരു ഇതൊന്നുമില്ല, താല്പര്യമൊന്നുമില്ല. പക്ഷെ കാണാത്ത ആൾക്കാരുണ്ടാവില്ല, അവർ ഒന്ന് കാണിക്കാൻ വിചാരിച്ച് ഇട്ടതാണ്.
മണ്ണെണ്ണ ഓരോ കയ്യിലുണ്ടേ ഉണ്ടോ മണ്ണെണ്ണ ഇത് ഇട്ടിട്ടില്ല പക്ഷേ ഇതാക്കിയിട്ടില്ല മണ്ണെണ്ണ അതെന്താ ബാബുട്ടാ എന്തൊക്കെയാ ഭാഷ എന്താ പറയുന്നത് അത് ഷാജിയുടെ ഏട്ടനാണ് കേട്ടോ കുറേ കാലം ദുബായിലായിരുന്നു അപ്പൊ അറബി ഹിന്ദിയൊക്കെ നന്നായിട്ട് അറിയാം 10-15 വർഷം ഗൾഫിലായിരുന്നു കേട്ടോ ഇത് പിന്നെ ഏട്ടനുണ്ട് ഞങ്ങളെ പിന്നെ ഷാജിയുടെ ഏട്ടനാണ് കാക്കിമുണ്ട് ആ കാക്കി ഇതാ കറുത്ത ഷർട്ട് ഇപ്പൊ ആ വേണുട്ടനും അറബി അറിയാലേ ആ വേണുട്ടനും കൊറേ കാലം ദുബായിലായിരുന്നു കേട്ടോ അപ്പൊ ഒരു കറിപ്പേര് ഇതാക്കണ മേപ്പിട്ട് നോക്കിക്കാണ് കേട്ടോ ബാബുവേട്ടനും ഈ ഏട്ടനും അറിയൂല ഒരറബി പറഞ്ഞാണ്ട് ഇവരെ ഞെട്ടിക്കുന്നുണ്ട് കേട്ടോ മലയാളം തന്നെ ശരിക്കും വരുന്നുള്ളൂ അല്ലേ പഠിച്ചു വരുന്നേ ഉള്ളൂ പോയിട്ടുണ്ട് ബാബുട്ടാ 6ാം ക്ലാസ്സും കുസ്തി കഴിഞ്ഞോ പറമ്പത്തെ മരത്തിൻ്റെയൊക്കെ ഇട്ട് കഴിഞ്ഞു കേട്ടോ അതേമാതിരി പ്ലാസ്റ്റിക് ഇട്ട് കഴിഞ്ഞു അപ്പോൾ ഇനി അവരെ വീട്ടിൽ കുറച്ച് ഭാഗത്തായിട്ട് ഇങ്ങനെ കുറച്ച് മരങ്ങളും കൂടി ഉണ്ട് അപ്പോൾ അവിടേക്ക് പോവാണ് കേട്ടോ അവരിനി അപ്പോൾ തൊടിയത്തതൊക്കെ ഇട്ട് കഴിഞ്ഞു ഇനി അങ്ങോട്ട് പോവാണേ വീട്ടിലെത്തി ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ഫസ്റ്റ് നമ്മൾ ചിരണ്ടും മരത്തിന് എങ്ങനെയെന്ന് അതിന് ശേഷമാണ് പശ തേക്കുക ഈ വീട്ടിലത്തെ ആൾക്കാരെ തൊടിയിലായിരുന്നു കേട്ടോ നമ്മൾ നേരത്തെ പ്ലാസ്റ്റിക് ഇടുന്നതൊക്കെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ കുറച്ച് വീട്ടിലുണ്ടെന്ന് പറഞ്ഞില്ലേ അപ്പം അങ്ങനെ ഇവിടേക്ക് വന്നേണേ എടാ ഉണ്ണിയുടെ ചീത്ത അറിയും അവിടെ ഇവിടെ മാറ്റിക്കേണ്ട മരം മരം കേടരും കേട്ടോ പൊളിയും അതെ രസം കുഞ്ഞുണ്ണി മാന്തിക കുഞ്ഞുണ്ണി ഞങ്ങളുടെ അണക്ക് വലുതാവുമ്പോ എന്താവാൻ ആഗ്രഹം കുഞ്ഞുണ്ണിയെ കുഞ്ഞുണ്ണിയെ അണക്ക് എന്ത് പണിക്ക് ആഗ്രഹം റോഡ് പണിക്കാരനോ ഇത് നമ്മള് സാധാരണ ബുക്ക് മടിക്കണ പിന്നെ തന്നെയല്ലേ അതെ അല്ല വലിയ പിന്നുണ്ട് നമ്മള് ബുക്ക് മടിക്കണതേ തോട്ടത്തിൻ്റെയൊക്കെ മുതലാളിയാണ് കേട്ടോ ഇരിക്കണ ചേച്ചി അങ്ങനെ അവരെ പറമ്പത്തതും തോട്ടത്തതും ഒക്കെ കഴിഞ്ഞു കേട്ടോ പ്ലാസ്റ്റിക് ഇടൽ കഴിഞ്ഞ് ഇത്രയും ആൾക്കാരാണ് കേട്ടോ പ്ലാസ്റ്റിക് ഇട്ടിട്ടുണ്ടായിരുന്നത് ഈ 4 പേരായിരുന്നു കേട്ടോ ജോലിയൊക്കെ കഴിഞ്ഞിതാ അവരിതാ ഏട്ടൻ്റെ വീട്ടിലെത്തി കേട്ടോ അവിടെ നിന്ന് ഇതാ കൈയൊക്കെ കഴുകുകയാണേ അപ്പോൾ ഇത് കഴുകണമെങ്കിൽ പശ പോകണമെങ്കിൽ കൈമത്തെ പശയൊക്കെ പോകണമെങ്കിൽ ഡീസലോ അല്ലെങ്കിൽ മണ്ണെണ്ണയൊക്കെ തേക്കണേ അപ്പോൾ കൂട്ടുകാരെ ഇതാണ് ഞങ്ങളുടെ നാട് ഒരു നാട്ടുമ്പുറമാണ് കേട്ടോ അപ്പോൾ ഞങ്ങളുടെ നാട്ടിലത്തെ വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായോ ഓരോ കുടുംബനാഥൻ്റെയും കഷ്ടപ്പാട് ഇങ്ങനെയൊക്കെയാണ് എല്ലാ മക്കളും ഇത് കണ്ടു പഠിക്കണം തിരിച്ച് വീട്ടിലേക്കാണ് കഴിച്ച് ഞങ്ങൾ പണിയൊക്കെ കഴിഞ്ഞു കഴിച്ച് ഞങ്ങൾക്ക് ഇങ്ങനെയൊക്കെ തണുത്തെല്ലാം വെച്ച് പോന്നാൽ മതി അമ്മ